ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഞാനിവിടെ രണ്ട് നമ്പേഴ്സിൻ്റെ HCF എങ്ങനെയാണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ച് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് HCF ഓഫ് 420 130 എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് 10 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് HCF ഓഫ് 30 10. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നതും 10 തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ HCF ഓഫ് 130 30, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നതും 10 തന്നെയായിരിക്കും. അതായത് നമുക്ക് പറയാൻ പറ്റും HCF ഓഫ് 420 130 ഈക്വൽ ടു HCF ഓഫ് 130 30 which is equal to HCF of 30 10. ഇതിൻ്റെ എല്ലാത്തിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, 10 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്താണ്? ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഇതാണ് അടുത്ത സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെയൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ അതിനൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 4നെ 2 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. സോ 2ന് 2 ടൈംസ് 2 × 2 which is equal to 2 സ്ക്വയർ നമുക്ക് എഴുതാം അല്ലേ. ഇനി അടുത്ത് 253യെ എങ്ങനെ ഏത് പ്രൈം കൊണ്ട് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഡിവിസിബിലിറ്റി റൂൾ നോക്കുകയാണ്. ഡിവിസിബിലിറ്റി റൂൾ എന്താണ് പറയുന്നത്? ഒരു നമ്പറിനെ നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ നമ്പറിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നമ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2ഓ 2ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിന്റെ സം, നമ്മൾ എടുക്കുന്ന ഏത് നമ്പറാണോ ആ നമ്പറിന്റെ സം എന്ന് പറയുന്നത് 3ഓ 3ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു നമ്പർ 253യുടെ കാര്യത്തിൽ അതിന്റെ സം നമ്മൾ നോക്കുകയാണെങ്കിൽ 5 + 2 എന്ന് പറയുന്നത് 7, 7 + 3 എന്ന് പറയുന്നത് 10. ഒരിക്കലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറാണ് അല്ലേ. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരാത്ത ഒരു നമ്പറാണ് 10 എന്ന് പറയുന്നത്. സോ 3 കൊണ്ട് ഈ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇനി 4 ഉണ്ട് നോക്കുകയാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ നമ്പർ തന്നെ നമുക്ക് എടുക്കാം. ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, 4ഓ 4ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെയാണോ വന്നേക്കുന്നത്? 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 53 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 4 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0ഓ 5ഓ ആയിരിക്കണം. ഈ ഒരു നമ്പർ അങ്ങനെയാണോ? അല്ല. അപ്പോൾ 5 കൊണ്ടും പറ്റില്ല. ഇനി 6 കൊണ്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ടോ? ഈ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഡിജിറ്റിന്റെ കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുക. അത് സക്സസീവ്ലി നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കാം. നമുക്ക് 3 × 2, ആദ്യം 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 6 കിട്ടും. ഇനി നമുക്ക് 25 - 6
എത്ര കിട്ടുക? 19 കിട്ടും അല്ലേ? ഇനി നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റിന് 19 കിട്ടി. അപ്പോൾ ഈ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് 7ഓ 7ന്റെ മൾട്ടിപ്പിളോ ആണോ എന്ന് നോക്കുക. ഈ 19 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. സോ ഈ 253യെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 8 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 8ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഇനി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിന്റെ സമ്മ്, നമ്മൾ എടുക്കുന്ന നമ്പർ ഏതാണോ അതിന്റെ സമ്മ് എന്ന് പറയുന്നത്, നമ്മൾ 3 പറഞ്ഞില്ല അതുപോലെ തന്നെയാണ്, അതിന്റെ സമ്മ് എന്ന് പറയുന്നത് 9ഓ 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പറിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, ഈ കേസിൽ അതുമല്ല. ഇനി 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ പ്ലേസിലുള്ള നമ്പേഴ്സ് എടുക്കുക, അതിനെ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സ് എടുക്കുക, അതിനെ ആഡ് ചെയ്യുക. ഈവൻ പ്ലേസിലെയും ഓഡ് പ്ലേസിലെയും നമ്പേഴ്സിനെ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. കിട്ടുന്ന ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് 0യോ 11ഓ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. 253യെ അതിന്റെ ഓഡ് പ്ലേസിൽ കിടക്കുന്നത് ഏതൊക്കെ നമ്പേഴ്സ് ആണ് പറയും? 2ഉം 3ഉം ആണ് കിടക്കുന്നത് അല്ലേ? അപ്പം 2നെയും 3നെയും നമ്മൾ കൂട്ടുകയാണ്. അപ്പോൾ 5 കിട്ടി. ഇനി ഈവൻ പ്ലേസിൽ 5 മാത്രമേ ഉള്ളൂ. സോ 5. സോ ഇതിനെ രണ്ടിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ 5 - 5 എന്ന് പറയുന്നത് 0 വന്നു. എന്താണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്? എന്താണ്? ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ, ഈ ഓഡ് പ്ലേസിലെയും ഈവൻ പ്ലേസിലെയും നമ്പേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 0യോ 11ഓ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് കിട്ടി 253യെ 11 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. സോ ഇവിടെ എന്താ വരിക? 11 2s അല്ലേ? 11 2s 22 എന്ന് വരും. ബാക്കി 3 ഉണ്ട്, ബാലൻസ് 3 ഉണ്ട്, അത് ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ 23 അല്ലേ? ഇനി 23യെ നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം 23 എന്ന് പറയുന്നത് ഒരു പ്രൈം ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക? 253 = 11 × 23 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1771. ഇതിനെ നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം? ഏത് നമ്പർ കൊണ്ട് നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? ഏത് പ്രൈം കൊണ്ട് നമുക്ക് പറ്റും പറഞ്ഞേ? 1771 11 കൊണ്ട് പറ്റും അല്ലേ? എന്തുകൊണ്ടാണ്? ഓഡ് പ്ലേസിലെ നമ്പേഴ്സ് നോക്കിയേ, 7 + 1 8 ആണ്. ഈവൻ പ്ലേസിലെ നമ്പർ നോക്കിയേ, 7 + 1 8 ആണ്. സോ 8 - 8 എന്ന് പറയുന്നത് 0 ആണ്. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 11 കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഭാഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 11 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. 11 1s 11, ബാലൻസ് 6 ആണ്, 67 വന്നു. ഇനി 11 6 66, ബാലൻസ് 1, 11 1s 11. ഇനി 161നെ ഏത് നമ്പർ കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. സോ 3 കൊണ്ട് പറ്റുമോ നോക്കാം. ഇവിടെ 1 വന്നതുകൊണ്ടാണ് ഞാൻ 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുന്നത്. 6 7 8 8 വന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും 3 കൊണ്ട് പറ്റില്ല. ഇനി 4 കൊണ്ടും പറ്റില്ല, 5 കൊണ്ടും പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല. 7 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, എന്താണ് 7 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ട്വൈസ് എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. സോ 16 - 2 എന്ന് പറയുന്നത് 14 ആണ്. 14 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 7 എങ്ങനെയാണ്? 7 2s 14 അല്ലേ? ഇവിടെ 21. അപ്പോൾ 7 3s
21. ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം 23 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. സോ 11 ഇൻറ്റു 7 ഇൻറ്റു 23 എന്ന് വന്നു. സോ അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബാക്കിയുള്ള നമ്പേഴ്സ് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് നമ്മൾ തിയറം എന്താ പറയുന്നതെന്ന് നോക്കാം. Every composite number can be expressed, factorized as a product of prime, and this factorization is unique apart from the order in which the prime factors occur. അപ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഒരൊറ്റ വേയിൽ മാത്രമേ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെ ഒരൊറ്റ രീതിയിൽ മാത്രമേ, യുണീക്ക് വേയിൽ മാത്രമേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചെയ്ത പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത നമ്പേഴ്സ് തന്നെ നമുക്ക് എടുക്കാം. 1771 ഇതിനെ 11 ഇൻറ്റു 7 ഇൻറ്റു 23 എന്ന് എഴുതി. അപ്പം ഈ ഒരു നമ്പറിന് ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഇതിനെ 7 ഇൻറ്റു 11 ഇൻറ്റു 23 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓർഡർ മാറിയെന്നേ ഉള്ളൂ, നമ്പേഴ്സ് എല്ലാം സെയിം ആണ്, അതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാണ് 1771നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയാണ്. അസെൻഡിങ് ഓർഡറിലാണ് എൻ്റെ പ്രൈംസിന്റെ ഓർഡർ വരേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 7 ഇൻറ്റു 11 ഇൻറ്റു 23 എന്ന് എഴുതും അല്ലേ. ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതും. അപ്പൊ എന്താണ്, ഇതിന് ഒരൊറ്റ യൂണിക് പ്രൈം ഫാക്ടറൈസേഷനേ ഉള്ളൂ അല്ലേ. അതാണ് പറയുന്നത് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നാച്ചുറൽ നമ്പർ ഈസ് യൂണിക് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് യുണീക്ക് തന്നെ ആയിരിക്കും. ഓർഡറിന്റെ ആ ഒരു കേസ് മാറ്റി വെക്കുകയാണെങ്കിൽ യുണീക്ക് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ ജനറൽ, given a composite number x, we factorize it as x is equal to p1, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് 1 എഴുതുന്നത്, p2, p3 എക്സെട്ര അപ് ടു pn. അപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് p1 p2 എക്സെട്ര അപ് ടു pn, വേർ p1 p2 etc up to pn, where p1 p2 etc up to pn എന്ന് പറയുന്നത് എന്താണ്, പ്രൈംസ് ആണ് അല്ലേ. അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ തരുവാണെങ്കിൽ പ്രൈംസിന്റെ അതിനെ ഫാക്ടറൈസ് ചെയ്ത് പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇഫ് വി കമ്പൈൻ ദ സെയിം പ്രൈംസ് വി വിൽ ഗെറ്റ് പവേഴ്സ് ഓഫ് പ്രൈംസ്. അപ്പോൾ എന്താണ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രൈംസ് സെയിം ആണെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ നേരത്തെ 4ന്റെ കേസ് തന്നെ എടുത്തല്ലേ, 2 ഇൻറ്റു 2 എന്ന് എടുത്തു. അപ്പോൾ എന്താണ്, രണ്ട് പ്രൈംസും ഒരുപോലത്തെ പ്രൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ പവേഴ്സ് ഓഫ് പ്രൈംസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയും, 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതായത് പ്രൈമിന്റെ പവറായിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എക്സിന് നമ്മൾ p1 ഇൻറ്റു p2 ഇൻറ്റു p3 ഇൻറ്റു എക്സെട്ര അപ് ടു pn എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ p1ഉം p2ഉം psഉം pkസും എല്ലാം ഒരുപോലെ വരികയാണെങ്കിൽ അതിനെ ആ ഒരുപോലെ വരുന്ന പ്രൈംസിനെ എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് അതിനെ പവറായിട്ട് എഴുതാൻ പറ്റും. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അതിൻ്റെ പവറായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 32,760. അപ്പം ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 30 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ 2നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 ടൈംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ 2 ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ 3 2 ടൈംസ് വരുന്നുണ്ട്, അപ്പോൾ 3 സ്ക്വയർ എന്ന് വരാം, ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 30 ഇങ്ങനെ എഴുതാം. അതാണ് പറയുന്നത് സെയിം പ്രൈംസ് ആണെങ്കിൽ അതിനെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. വൺസ് വി ഡിസൈഡ് ദാറ്റ് ദ ഓർഡർ വിൽ ബി അസെൻഡിങ്, ദെൻ ദ വേ ദ നമ്പർ ഈസ് ഫാക്ടറൈസ്ഡ് ഈസ് യുണീക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇപ്പം പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. ആ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ മതി എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ തിയറത്തിൽ പറഞ്ഞ ഓരോ
ഓരോ വേർഡ്സും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് താഴോട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. എന്താണ്? കൺസിഡർ ദ നമ്പേഴ്സ് 4n where n is a natural number. Check whether there is any value of n for which 4n ends with the digit 0. എന്താണ് പറയുന്നത്? നമുക്ക് 4n ഫോമിലുള്ള നമ്പേഴ്സ് ഉണ്ട്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്, എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ 4n കിട്ടുന്ന ആ ഒരു നമ്പറും 4n ചെയ്ത് കിട്ടുന്ന ആ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സോ നമ്മൾ എടുക്കുകയാണ്, ഏതോ ഒരു എന്നിന് 4n എന്ന് പറയുന്ന ചെയ്ത് കിട്ടുമ്പോൾ 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് എന്ന് നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പറിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? 5 എന്ന പ്രൈം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 എന്താണ് പറയുന്നത്? 5 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 5ഓ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 0 വന്നുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവിസിബിൾ ആണ് ആ ഒരു നമ്പർ, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? 4n ഈക്വൽ ടു കിട്ടുന്ന ആ ഒരു നമ്പർ, അതായത് ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് വരുന്ന ആ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ ഒരു ഫാക്ടർ 5 ആയിരിക്കും. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 5 ആയിരിക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. പക്ഷേ 4n നമുക്ക് 2 square the whole raised to n which is equal to 2 raised to 2n അങ്ങനെയാണ് വരിക. അപ്പം ഇതിന്റെ മീനിങ് എന്താണ്? 2 into 2 into etc up to 2. ഇത് 2 raised to n ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 2 raised to n ടൈംസ് ഇങ്ങനെ വരികയാണ്. ആൻഡ് ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷനിൽ നമുക്ക് 2 മാത്രമേ ഉള്ളൂ, 5 വരുന്നില്ല, അല്ലേ? ഇവിടെ നമ്മൾ എടുത്തു വെച്ചത് എങ്ങനെയായിരുന്നു? നമ്മൾ ചെയ്തു വെച്ചത് എങ്ങനെയായിരുന്നു? 4n 5 എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടർ ഉണ്ട് എന്നാണ് നമ്മൾ എടുത്തു വെച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? 2 മാത്രമേ അതിന്റെ പ്രൈം ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് യുണീക്നെസ്, നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിലെ യുണീക്നെസ് എന്ന ഒരു പ്രോപ്പർട്ടിക്ക് കോൺട്രഡിക്ഷൻ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ only prime in the factorization of 4n എന്ന് പറയുന്നത് 2 ആണ്. 4n പ്രൈം ഫാക്ടേഴ്സിൽ വരുന്ന പ്രൈം ഫാക്ടറൈസേഷനിൽ വരുന്ന ഒരേ ഒരു പ്രൈം എന്ന് പറയുന്നത് 2 മാത്രമാണ്. സോ 5 വരില്ല. അതിന്റെ അർത്ഥം എന്താണ്? 4n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറും ഉണ്ടാവില്ല, സച്ച് ദാറ്റ് 4n ചെയ്ത് കിട്ടുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് വരുന്ന ഒരു നാച്ചുറൽ നമ്പറും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. സോ ദ യൂണിക്നെസ് ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് guarantees that there are other primes in the factorization of 4n. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അതർ പ്രൈംസ് വരും എന്നാണ് പറയുന്നത്. ഇവിടെ 2 വന്ന് ഇവിടെ 5 വന്നു. സോ അതൊരിക്കലും പോസിബിൾ ആവില്ല യൂണിക്നെസ് വെച്ചിട്ട്. സോ there is no natural number n for which 4n ends with the digit 0. സോ അങ്ങനെ ഒരു n ഉണ്ടാവില്ല. എന്താണ്? ആ ഒരു ഡിജിറ്റ് 0യിൽ അവസാനിക്കുന്ന രീതിയിലുള്ള n ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് LCMഉം HCFും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ തമ്മിൽ നമ്മൾ HCF കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ, യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് LCMഉം HCFും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, find LCM and HCF of 6 and 20 by the prime factorization method. So നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 6നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പം 6നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ വരിക?
2 into 3 അല്ലേ? 6 is equal to 2 into 3 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത് 20യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുകയാണ്. 20 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ വരിക? പറഞ്ഞു 2 കൊണ്ട് പറ്റുമല്ലേ? 2 10s are 20. ഇനി 2 5s are. അപ്പോൾ 20യെ 2 into 2 into 5 എന്ന് എഴുതാം. ഇനി HCF of 6 and 20. HCF of 6 and 20 എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അതായത് സ്മോളസ്റ്റ് പവർ എടുക്കുക, പ്രൈം ഫാക്ടേഴ്സിൻ്റെ സ്മോളസ്റ്റ് പവർ എടുക്കുക. ഇതിപ്പോൾ ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 5 എന്നാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട് അല്ലേ? വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം 2 ആണ് കോമൺ ആയിട്ടുള്ളത്. ഈ 2ൻ്റെ സ്മോളസ്റ്റ് പവർ എടുക്കുക. ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 raised to 1 ഉള്ളൂ. സോ HCF of 6 and 20 എന്ന് പറയുന്നത് 2 raised to 1 ആണ്. മനസ്സിലായല്ലോ? എന്താണ് പറഞ്ഞത്? നമ്മൾ രണ്ട് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. HCF കണ്ടുപിടിക്കാനായിട്ട് പ്രൈം ഫാക്ടേഴ്സിൻ്റെ പവർ നോക്കുക. പവർ നോക്കിയിട്ട് കുറഞ്ഞ പവർ ഏതിലാണ് ഉള്ളത്? ഈ കേസിലാണെങ്കിൽ 2 raised to 1 ആണ് ചെറിയ പവർ. സോ 2 raised to 1 എടുത്തു. ഇനി വേറെ ഫാക്ടർ കോമൺ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെയും 5 ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ 5 സ്ക്വയർ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 raised to 1 into 5 എന്ന് എഴുതാം. അതാണ് HCF ആയിട്ട് വരിക. HCF ഫോർ 6 and 20 എന്ന് പറയേണ്ട HCF ആയിട്ട് വരിക. കാരണം എന്തുകൊണ്ടാണ്? ഈ 5 ഇവിടെ 5 സ്ക്വയർ ഉണ്ട്, ഇവിടെ 5 raised to 1. അപ്പോൾ സ്മോളസ്റ്റ് പവർ എടുക്കുക. അപ്പോൾ 5 ആണ് വരിക. ഓക്കെ, ആദ്യം കോമൺ നോക്കുക, നമ്പേഴ്സ് കോമൺ ആയിട്ട് വരുന്നത് നോക്കുക, അതിന് ശേഷം സ്മോളസ്റ്റ് പവർ എടുക്കുക, എന്നിട്ട് അതിനെ HCF ആയിട്ട് എഴുതുക. ഓക്കെ, ഇനി LCM എങ്ങനെ നോക്കാം? LCM ഓഫ് 6 and 20 ഇതെന്താണ് പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അതായത് നേരത്തെ നമ്മൾ എടുത്ത സ്മോളസ്റ്റ് പവർ ആണെങ്കിൽ ഇവിടെ എടുക്കുന്നത് ഗ്രേറ്റസ്റ്റ് പവർ ആണ്. സോ ഇവിടെ എന്തെന്ന് എടുക്കാം? ഇവിടെ ഗ്രേറ്റസ്റ്റ് പവർ 2ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? രണ്ടിലും കൂടെ വരുമ്പോൾ 2 സ്ക്വയർ ആണ് അല്ലേ? ഇനി എന്താണ്? 3. ഇവിടെ നോക്കിയ കോമൺ പ്രൈം ഫാക്ടറിനുണ്ട് കണ്ടോ HCF. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ നോക്കിയത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയുന്നില്ല, കോമൺ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നില്ല. പ്രൈം ഫാക്ടേഴ്സിന് മാത്രമേ പറയുന്നുള്ളൂ. ഏതാണോ വലുതായിട്ട് വരുന്നത് ആ പ്രൈം ഫാക്ടേഴ്സ് എല്ലാം അങ്ങ് എടുത്ത് എഴുതുക. അതായത് ഇവിടെ 2 raised to 2 ആണ്. ഇനി 3 raised to 1 into 5 raised to 1. അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 into 5. എന്താ കിട്ടുക? പറഞ്ഞേ. 4 into 15 അല്ലേ? 15 into 4 എത്രയാണ്? I think it's 60. Yes, 60. സോ നമുക്ക് HCF ഓഫ് 6 and 20 എന്ന് പറയുന്നത് 2 എന്നും കിട്ടി, LCM എന്ന് പറയുന്നത് 60 എന്നും കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? ഏത് രണ്ട് നമ്പേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്? 6നെയും 20യാണ് നമുക്ക് കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ HCFും LCM എന്ന് പറയുന്നത് 2ഉം 60 എന്ന് കിട്ടി. സോ അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുക. 6 into 20 എന്ന് പറയുന്നത് എന്താണ് വരിക? 120 ആണ് വരിക. അതുപോലെ തന്നെ 2 into 60 എന്ന് പറയുന്നതും 120 ആണ് വരിക. ഇതാ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇത് LCMൻ്റെയും HCFൻ്റെയും LCMൻ്റെയും പ്രോഡക്റ്റ് ആണ്. ഇവിടെ നമുക്ക് എന്തോ പറയാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ LCMൻ്റെയും HCFൻ്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും എന്ന് പറയാം.
നോക്കി അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുക്കുകയാണ്, എ ആൻഡ് ബി എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുക്കുകയാണെങ്കിൽ HCF ഓഫ് എ ആൻഡ് ബി ഇൻറ്റു LCM ഓഫ് എ ആൻഡ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അതായത് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും HCFൻ്റെയും LCMൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ കേസിന് മാത്രമേ ഇത് വരത്തുള്ളൂ കേട്ടോ. 3 നമ്പേഴ്സ് വരുമ്പോൾ ഇതുപോലെ ഈക്വൽ ആയിട്ട് വരില്ല. അത് നമ്മൾ താഴേക്ക് വരുമ്പോൾ അത് കാണിക്കും. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ HCF ഓഫ് 96 ആൻഡ് 404 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഹെൻസ് ഫൈൻഡ് ദ LCM. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? HCF കണ്ടുപിടിക്കുക, 96നെയും 404ൻ്റെയും HCF കണ്ടുപിടിക്കുക, അതിനുശേഷം LCM കണ്ടുപിടിക്കുക, അതാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതൊന്ന് റബ് ചെയ്തോട്ടെ കേട്ടോ. സോ നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 96ഉം 404. സോ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 96 equal to 404 equal to, സോ 96നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 2 4s are 8, 2 8s are 16 അല്ലേ? 2 കൊണ്ട് വീണ്ടും പറ്റും. 2 2s are 4, 2 4s are 8, വീണ്ടും 2 കൊണ്ട് 1 2, വീണ്ടും 2 കൊണ്ട് 2 6 are 12, 2 3s are 6. ഇനി പറ്റില്ലല്ലോ, 3 എന്ന് പറയുന്നത് പ്രൈമായി, സോ പറ്റില്ല. അപ്പം 2 into 2 into 2 into 2 into 2, 5 times 2 ആണ്. 1 2 3 4 5 into 3. എങ്ങനെ എഴുതാം? 2 raised to 5 into 3 എന്ന് എഴുതാൻ പറ്റും. ഇനി 404 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 404 എന്താ വരിക? ആദ്യം നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? പറയും, 2 കൊണ്ട് പറ്റും അല്ലേ? 2 2s are 4, 0 2. ഇനി 2 കൊണ്ട് വീണ്ടും പറ്റും 1 1 അല്ലേ? 101ന് വീണ്ടും ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പ്രൈമാണ്. സോ 2 into 2 into 101, 2 square into 101. കിട്ടിയില്ലേ? അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 96ഉം 404 നമ്മൾ കണ്ടുപിടിച്ച് എഴുതി. ഇനി HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക പറഞ്ഞേ? HCF എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്? കോമൺ പ്രൈം ഫാക്ടേഴ്സ് നോക്കുക, രണ്ടിലുള്ള കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടർ നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന 2 ആണ് എന്ന് മനസ്സിലായി. വേറൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല രണ്ട് നമ്പേഴ്സിലും. കോമൺ ആയിട്ട് വരുന്ന നോക്കിയതിന് ശേഷം നമ്മൾ എന്താണ് ലീസ്റ്റ് പവർ എടുത്ത് ചെയ്ത് ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് പവർ ഏതാണ് വരിക? 2 square which is equal to 4. അപ്പോൾ HCF എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. ഇനി LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറെ എവിടെയും പോകണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്താ? ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് LCM കണ്ടുപിടിക്കാം. സെപ്പറേറ്റ് നമ്മളിനി എന്താണ് നോക്കണ്ട, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് നോക്കാം. 96 404 എന്തായിരുന്നു പറഞ്ഞത്? HCF of A and B into LCM of A and B is equal to A into B. ഇതിൻ്റെ അതിൽ നിന്ന് LCMൻ്റെ ഫോം എങ്ങനെ കണ്ടുപിടിക്കാം? A into B divided by HCF of A and B. Is it? നമുക്ക് എയും ബിയും ഇപ്പോൾ ഉണ്ട്, HCF നമ്മൾ കണ്ടുപിടിച്ചു. സോ LCM കണ്ടുപിടിക്കാനായിട്ട് 96 into 404 divided by HCF എന്താണ്? 4 ആണ്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 96 into 101 എന്ന് വരും അല്ലേ? 101. സോ ഇത് ചെയ്യുമ്പോൾ 96 96 ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക.
സോ നമ്മൾ എൽ സി എമ്മും കണ്ടുപിടിച്ചു. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എൽ സി എമ്മും കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ് വരിക? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? Find the LCM and HCF of 672, 120 using the prime factorization method. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എൽ സി എമ്മും എച്ച് സി എഫിൻ്റെയും 3 നമ്പേഴ്സ് വരികയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും ആ നമ്പേഴ്സും തമ്മിൽ ഒരിക്കലും, ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും തമ്മിൽ ഒരിക്കലും ഈക്വൽ ആവില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇത് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് വരുമ്പോൾ അത് ഹോൾഡ് ചെയ്യില്ല, ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് പറഞ്ഞേക്കുന്നത് 6, 72, 120 ഈ 3 നമ്പേഴ്സാണ് തന്നേക്കുന്നത്. അപ്പോൾ 6നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 × 3 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 72നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 72, 2, 2 3s are 6, 2 6 are 12, 2 1 18, yes 2 9 3 3 അല്ലേ? അപ്പം 2 ക്യൂബ് ഇൻറ്റു സോറി ഇതെങ്കിലും മിസ്റ്റേക്ക് വന്നു. 72 എന്ന് പറയുന്നത് 2 3s are 6, 3 6 are 12, 2 1 18, 2 9s are 18, 3 3s are 9. യെസ് 3 സ്ക്വയർ ആണ് അല്ലേ? 3 സ്ക്വയർ ആണ്. ഒരു മിനിറ്റ് ഒന്ന് നോക്കിയോട്ടെ. യാ ഇത് 3 സ്ക്വയർ ആണ് കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. ഇത് 3 സ്ക്വയർ ആണ്. സോ നമുക്ക് 72നെ എങ്ങനെ എഴുതാം? ഇനി 120 എന്ന് പറയുന്നത് 120 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസ് ചെയ്ത് 2 2 6 are 12, 2 3s are 6, 2 50, 2 വരില്ല, 3 3 5s are. ഇനി ചെയ്യാൻ പറ്റില്ല. സോ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5. സോ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ഇനി ഇതിൻ്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കാം. എച്ച് സി എഫ് ഓഫ് ദീസ് 3 നമ്പേഴ്സ്. കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് നോക്കുക. 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 3ലും 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ലീസ്റ്റ് പവർ ഏതാണ്? 2⁻1 ആണ്. ഇനി കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 3 ആണ്. ലീസ്റ്റ് പവർ ഏതാണ്? 3 തന്നെയാണ് അല്ലേ? അപ്പോൾ 6 എന്ന് വരും എച്ച് സി എഫ്. ഇനി എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കാം? എൽ സി എം എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് പവറാണ് നോക്കുന്നത്, കോമൺ ആയിട്ടുള്ളത് നോക്കില്ല, കോമൺ ഫാക്ടർ നോക്കില്ല. എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ നോക്കില്ല, ഗ്രേറ്റസ്റ്റ് പവറാണ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2ൻ്റെ കേസിൽ വരുമ്പോൾ 2 ക്യൂബ് ആണല്ലേ, പിന്നെ 3 സ്ക്വയർ വരും, പിന്നെ 5 വരും അല്ലേ? അപ്പോൾ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 360 ആണ് വരിക. അപ്പം അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എച്ച് സി എഫിൻ്റെയും എൽ സി എമ്മിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6 × 360 ആണ് അല്ലേ? 36 × 6 എന്ന് പറയുന്നത് 6 36 3 18 21 അല്ലേ? അതെ 2160 എന്ന് വരും. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ
ഈ 3 നമ്പേഴ്സും ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കില്ല. അതായത് 7 6 42 അല്ലേ, 12 × 42 ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു നമ്പറിന് ഈക്വൽ ആയിട്ട് വരുമോ എന്ന് നോക്കാം. 2 2 4 2 8 4 4 10 5 0. എന്താ വന്നത്? 4050 ആണ്. അത് ഈ ഒരു നമ്പറിന് ഈക്വൽ അല്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി 3 നമ്പേഴ്സ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സോ ദ പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ HCF ആൻഡ് LCM എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഏതാണ്? ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ thank you all. Bye.